നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. GST, സ്വാശ്രയ മെഡിക്കൽ ബിൽ ഉൾപ്പെടെ പ്രധാന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകും. M. വിൻസെന്റിന്റെ അറസ്റ്റ്, പകർച്ചപ്പനി വിഷയങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യത. ജാമ്യാപേക്ഷ സമർപ്പിക്കുക ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ. ദിലീപിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പ്രാബല്യത്തിൽ വരുന്നതോടെ ഉത്തര കൊറിയയുടെ കയറ്റുമതി രംഗത്തിന് തിരിച്ചടി. ഉപരോധത്തിന്റെ ലക്ഷ്യം വാർഷിക വരുമാനത്തിൽ കുറവ് വരുത്തൽ. ഉപരോധം ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന്റെ പേരിൽ. നെഹ്റു ട്രോഫിയിൽ കാരിച്ചാൽ ചുണ്ടിന് കരുത്തേകാൻ കശ്മീർ തുഴച്ചിൽ സംഘം കുമരകത്ത്. എത്തിയത് 18 അംഗ സംഘം. കശ്മീർ സംഘം കുമരകം ടൗൺ ബോട്ട് ക്ലബിന് കീഴിൽ പരിശീലനത്തിൽ. കളിക്കിടയിലെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ രവീന്ദ്ര ജഡേജയ്ക്ക് വിലക്ക്. ദിമുത് കരുണാരത്നയ്ക്കെതിരെ അപകടകരമാം വിധത്തിൽ ജഡേജ പന്തെറിഞ്ഞു. ശ്രീലങ്കയ്ക്കെതിരെയുള്ള 3-ാം ടെസ്റ്റിൽ ജഡേജയ്ക്ക് കളിക്കാനാവില്ല. ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ എത്തിയിരിക്കുന്ന അതിഥിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ദുൽഖറിന്റെ ചാർലിയിലെ ഒരു ഡയലോഗ് കേൾക്കാം. തെരി ആംഖോ കി കസാനെ മേ ചുബാത്ത മുസാഫിർ കാ ദരിയ. ബാക്കി എനിക്കൊന്ന് പറഞ്ഞു തരാം, ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള എല്ലാ പ്രേക്ഷകർക്കും. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഫൗസിയ അബൂബക്കറാണ്. സിനിമയിലെ വരികളും സിനിമയിലെ മികവുറ്റ വരികളും കൂടാതെ കവിതകളും ചിത്രകാരിയും ഒട്ടേറെ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിലുള്ളത്. നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് ഈ ഇപ്പോൾ കേട്ട ദുൽഖറിൻ്റെ വരി, ഉറുദുവിലുള്ള വരികൾ, ഇതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു തരാമോ? നിന്റെ മിഴിക്കുള്ളിലെ ഖജനാവിൽ ഒളിച്ചിരിക്കുന്നു യാത്രക്കാരൻ്റെ കടൽ, പിന്നെ നിന്റെ ഹൃദയത്തിലെ ഖജനാവിൽ ആ കടലിലെ ഉപ്പ്. എത്രത്തോളം ആഴമുള്ള വരികളാണെന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഇതര ഭാഷകളോടുള്ള പ്രണയം, ഉറുദുവിലുള്ള ഈ വരികൾ എങ്ങനെ സാധിക്കുന്നു? എന്താണ് ഇത്ര പ്രണയം? ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വേറെ ഭാഷകൾ സംസാരിക്കുന്ന കേൾക്കുമ്പം ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഹിന്ദി സീരിയൽസും TV അങ്ങനെ സിനിമകളൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യം ഹിന്ദി പഠിച്ചു. ഹിന്ദി പഠിച്ച് സംസാരിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം അതിലൊരു കവിത എഴുതണമെന്ന് തോന്നി. അങ്ങനെ ആ കവിത എഴുതി കഴിഞ്ഞപ്പം പിന്നെ ഉറുദു ഭാഷയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞപ്പം അതിൽ ഒരുപാട് നല്ല ഗാഢമായ അർത്ഥങ്ങളൊക്കെയുള്ള നല്ല വരികളും ഒക്കെ കണ്ടു. അപ്പം എനിക്ക് ഉറുദു പഠിച്ചിട്ട് എഴുതണമെന്ന് തോന്നി. അങ്ങനെ സ്വന്തമായിട്ട് തന്നെ വീട്ടിലിരുന്ന് ഉറുദു പഠിച്ചു. ഈ ഇപ്പോൾ നമ്മൾ കേട്ട ദുൽഖറിൻ്റെ എൻട്രിയിലെ ദുൽഖർ പറയുന്ന ആ 4 വരി എഴുതിയിരിക്കുന്നത് ഫൗസിയ അബൂബക്കറാണ്. കോഴിക്കോടുകാരിയായ ഫൗസിയ അബൂബക്കർ. ഇതിനു കൂടാതെ പല പല സിനിമകളിലും ഇതുപോലെ വരികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഷകളാണ് ഇപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും? നിലവിൽ എത്ര ഭാഷകൾ അറിയാം? 5 ഭാഷകളിൽ സംസാരിക്കാറുണ്ട്. ഹിന്ദി, തമിഴ്, അറബി, ഉറുദു, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കാറുണ്ട്. ഉറുദു, ഹിന്ദി, തമിഴ്, മലയാളം അത് ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചാബി മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പഞ്ചാബി പഠിച്ചിട്ട് അതിന് വേണ്ടി വരികൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പഠിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഭാഷ? എല്ലാ പ്രാവശ്യവും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കന്നഡ, തെലുങ്ക് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അത്. അപ്പം അതുകൊണ്ട് അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടി ഒരു ഉറുദു ഗാനം അല്ലെങ്കിൽ ഉറുദു സൂഫി ഗാനം പാടിത്തരാം? തീർച്ചയായിട്ടും ഉറുദുവിലെ ഷെയർ പാടാം. मेरे अक्सी तस्वीर की असमते रफ्तार, तेरी आँखों के खजाने में क्यों रखा किसने, किस लिए. എൻ്റെ മിഴിക്കുള്ളിലെ, എൻ്റെ ഛായാചിത്രത്തിലെ നഷ്ടപ്പെട്ട പ്രതാപം നിന്റെ മിഴിക്കുള്ളിലെ ഖജനാവിൽ ആര് എന്തിനായി വെച്ചു. രാത് ഗയേ രാഹി സോ ജായേ തോ രാത് की नैया क्या करूं, रात की नैया
क्या करूं, दिल ही दिल में तो सो जाए तो प्यार की नैया क्या करूं, प्यार की नैया क्या करूं. അർദ്ധരാത്രി വരെ തോണിക്കാരൻ ഉറങ്ങുകയാണെങ്കിൽ, അർദ്ധരാത്രി വരെ യാത്രക്കാരൻ ഉറങ്ങുകയാണെങ്കിൽ നിശയുടെ തോണി ഞാൻ എന്തു ചെയ്യും? നീ എൻ്റെ മനസ്സിൽ തന്നെ ഉറങ്ങുകയാണെങ്കിൽ പ്രണയത്തിൻ്റെ തോണി ഞാൻ എന്തു ചെയ്യും? ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പാടുപെട്ടൊരു കാര്യമാണ്. നമുക്ക് അറിയാവുന്നതിൽ എന്താണ് പറയുക, അത് കൂടുതൽ ഈ കവിത എന്ന് പറയുമ്പോൾ അതിനെ വളരെ അർത്ഥവത്താക്കി എങ്ങനെ മാറ്റാൻ കഴിയുന്നത്. അപ്പം അത്രത്തോളം ഒരു ആഴത്തിലുള്ള പഠനമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിലൊരു കവിത എഴുതാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അൽഹംദുലില്ലാ, എനിക്ക് ദൈവത്തിനോട് നന്ദി പറയാൻ അറിയുള്ളൂ. കാരണം സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒന്നും ഞാൻ ഉറുദു പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ആഗ്രഹം, തീവ്രമായ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പഠിച്ച് എഴുതുമ്പോൾ എനിക്ക് തന്നെ അറിയില്ല, ചില സമയത്ത് വരികൾ വരുമ്പം ഞാൻ തന്നെ ശരിക്കും കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയും എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. പിന്നെ നമ്മൾ ഉള്ളിൽ കവിത ഉള്ളതുകൊണ്ടായിരിക്കാം, മലയാളത്തിലും കവിതകളൊക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കവിഭാവനയിലൂടെ ഞാൻ ആ ഭാഷേനെ തിരിക്കുമ്പം എനിക്ക് തോന്നുന്നത് അതായിരിക്കാം. അതിൻ്റെ ഒരു ബോംബെയിൽ ജാവേദ് അക്തർ സാഹിബിൻ്റെ അടുത്ത് എൻ്റെ കവിത എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഉറുദു, ഹിന്ദി, അറബി, പഞ്ചാബി മിക്സ് ചെയ്തിട്ടൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭവ്യ പണ്ഡിറ്റാണ് പാടിയിരിക്കുന്നത്, AR റഹ്മാൻ സാറിൻ്റെ ട്രൂപ്പിലുള്ള. അപ്പോൾ ആ ഓഫീസിൽ അത് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല, നന്നായി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി എഴുതിയ ഉറുദു സൂഫി തന്നെ അത് അവർക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ചോദിച്ചു ബോളിവുഡിൽ ആരാണ് ഈ വരികൾ എഴുതിയതെന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ പിന്നെ വേറൊരു കാര്യം ചോദിക്കണം, ഈ സിനിമയിലേക്ക് ഗാനങ്ങൾക്ക് വേണ്ടി വരികൾ എഴുതുന്നു. അപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് കണ്ടെത്തി ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ആദ്യം തന്നെ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും ഞാനങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ തന്നെ വരികൾ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ പാടി തീർക്കാറായിരുന്നു പതിവ്. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഒരു അവിചാരിതമായി എഴുതേണ്ട ഒരു സമയം വന്നപ്പോഴാണ് എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മനസ്സിലുള്ളത് എഴുതി വെച്ച് ആരെയും കാണിക്കാതെ കുറേ വർഷം വെച്ചിരുന്നു. പിന്നെ കവിയരങ്ങുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഞാനത് എൻ്റെ കവിതകൾ അവതരിപ്പിച്ചു തുടങ്ങി. അപ്പം നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് തന്നെ സ്വയം അങ്ങനെ എഴുതാൻ കഴിയുമെന്നുള്ള ഒരു ഇത് വന്നു തുടങ്ങിയത്. പിന്നെ പരസ്യ ചിത്രങ്ങളിലാണ് ഫസ്റ്റ് ഞാൻ എഴുതിയത്. അത് അറേബ്യൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് എഴുതിയ വരികൾ, സിത്താരയാണ് അത് പാടിയിരിക്കുന്നത്. അതിന് ശേഷമാണ് ആ വരികൾ എഴുതി മ്യൂസിക് ഡയറക്ടർക്ക് ആ വരികൾ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് എന്നെ അവരുടെ അടുത്ത വർക്കിലും ഒരുപാട് പരസ്യങ്ങൾക്ക് ചെയ്തത്. അത് ഓർമ്മയുണ്ടാകുമോ ആ വരികൾ? മണിച്ചിത്രക്കോലുസിട്ട കുഞ്ഞു പെണ്ണിൻ കാതിൽ പൂവ് തങ്കത്തുണ്ട് തിങ്കൾ തോൽക്കും മണവാട്ടി പെണ്ണിനായി അറബിക്കര പരിചാരുത. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ യൂണിടാക് ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് ശ്വേതാ മോഹനാണ് അത് പാടിയിരിക്കുന്നത്. അപ്പം ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. പാടിക്കഴിഞ്ഞപ്പോൾ എന്നെ നേരിട്ട് വിളിച്ചിട്ട് വരികൾ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയൊരു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിയാണെന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ നമുക്ക് എളുപ്പമാണോ? കുറച്ച് ഹിന്ദിയായിട്ട് ഒരു ഇതാണ് പഞ്ചാബിയിൽ. പക്ഷേ ഉറുദു ആണെങ്കിലും ഹിന്ദിയുമായി ഉണ്ട് ഉണ്ട് ഉണ്ട്. അറബി ലിപികളാണ്, പക്ഷെ അതിൻ്റെ ചില വേർഡ്സ് വ്യത്യാസമുണ്ട്. പഞ്ചാബി നമുക്ക് എന്തെങ്കിലും പാടിത്തരാൻ പറ്റുമോ? ഇല്ല, പഞ്ചാബി ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം കുറച്ച് അത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ സ്വയം ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ മലയാളം സിനിമയിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഗാനങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ഫുക്രിയിൽ ഞാൻ കുറച്ച് ഉറുദു എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുമ്പേ ഷെഹനായി എന്ന് പറയുന്ന ഒരു ഫിലിമിലാണ് ഫസ്റ്റ് എഴുതിയത്. അത് ഉറുദു സോങ് ആയിരുന്നു. അതൊരു സൂഫിസം ബേസ്ഡ് മലയാളം മൂവി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ജന്നത്ത് എന്ന ഫിലിമിലാണ് എഴുതിയത്.
ജന്നത്തിൽ ആർ എ ഷഫീറിൻ്റെ സംവിധാനത്തിലാണ് ജന്നത്ത്. അപ്പോൾ അതിൽ 3 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. യൂട്യൂബിൽ യാ മൗല എന്ന് പറയുന്ന ഗാനം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 7 ലക്ഷത്തിലധികം. മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിലും വളരെ നല്ലൊരു ഗാനം ചെയ്തിട്ടുള്ള ഉറുദു സോങ് ആണ് ചെയ്തത്. അപ്പം നമുക്ക് മൂന്നാമത്തെ വഴി എന്ന ഷോർട്ട് ഫിലിമിലെ ആ ഗാനം കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട്. കൂടാതെ ഈ സിനിമകൾക്ക് കൂടാതെ മാപ്പിള പാട്ടുകൾ എഴുതാറുണ്ട്, പിന്നെ എന്തൊക്കെയാണ് എഴുതാറ്? കവിതകൾ എഴുതാറുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ജീവിതത്തിൽ ഇത് കൂടാതെ വേറെ എന്തൊക്കെ? ചിത്രകലയോടും താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? പാട്ടുകളുടെ ഇതിൽ എല്ലാ വിധത്തിലുള്ള പാട്ടുകൾ എഴുതാറുണ്ട്. നാടൻ പാട്ടുകൾ എഴുതാറുണ്ട്, മാപ്പിള പാട്ടുകൾ എഴുതാറുണ്ട്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ ഒരു മാപ്പിള കവിയായിട്ട് ഞാൻ എല്ലാ വർഷവും മാപ്പിള കവിത അവതരിപ്പിക്കാറുണ്ട്. പിന്നെ മലയാള കവിതകൾ എഴുതാറുണ്ട്, ഹിന്ദിയിൽ എഴുതാറുണ്ട്, ഉറുദു എല്ലാം എഴുതാറുണ്ട്. ഇപ്പം ഒരു ഖരം എന്ന് പറയുന്ന ഒരു മലയാളം സിനിമയ്ക്ക് വേണ്ടിയിട്ട് PV ജോസ് സാറാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നാഷണൽ അവാർഡിന് അയക്കാനുള്ള ഒരു ഫിലിമാണ് അത്. അതിൽ ഒരു ഫോക്ക് സോങ് എഴുതിയിട്ടുണ്ട് മലയാളം. വിശ്വജിത്താണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ AK നസീമിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിലും ഒരു ഉറുദു സോങ് എഴുതിയിട്ടുണ്ട്. അത് ക്രിസ് അയ്യരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അവർ ഉറുദു ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പം എൻ്റെ വരികളെ ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരക്കുള്ളൊരു വ്യക്തിയാണ്. അപ്പം പെട്ടെന്ന് പറയണം ഉറുദുവിൽ ഇങ്ങനെ ഒരു കവിത അല്ലെങ്കിൽ ഒരു വരി എഴുതി തരാൻ പറയുമ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? എങ്ങനെയാണ് അതിനുള്ള പ്രിപ്പറേഷൻ? എനിക്ക് ആലോചിച്ച് അങ്ങനെ എഴുതാനൊരു പെട്ടെന്ന് തന്നെ കഴിയും, പക്ഷെ അതിന് ഒരു ടെൻഷൻ അടിച്ചൊരു നടക്കൽ, അതിനുള്ള ഒരു സമയം മാത്രമാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത്. പക്ഷെ ആ എഴുതാനിരുന്നാൽ അതൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് എഴുതാൻ പറ്റാറുണ്ട്. പിന്നെ അവർ തരുന്ന തീം അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ആലോചിച്ചെടുക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ശരിക്കും എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. മലയാളമാണെങ്കിലും അവർ ആരും മ്യൂസിക് ഡയറക്ടേഴ്സൊന്നും എന്നെ ശരിക്കും കാണാറില്ല. അവർ ഫോണിൽ വിളിക്കും, ഇങ്ങനെ പറയും, മ്യൂസിക് അയച്ചു തരും. അപ്പോൾ ആ കറക്റ്റ് മീറ്ററിൽ എനിക്ക് എഴുതി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇപ്പം ചെയ്തെന്ന് പറഞ്ഞ സിനിമയിൽ ആ ഗാനം നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാം. ജന്നത്ത് എന്ന ഫിലിമിൽ അകലെ അധരമെഴുതിയ തേൻമൊഴി ആ ചിത്രശിലയിലലിഞ്ഞ പോലൻ കൽബിലെ ഹുസനുൽ ജമാൽ ഹൂറിയാ 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 ഹൂറിയാ. ഇത് പാടിയിരിക്കുന്നത് മൃദുല വാര്യരാണ്. അതിൽ തന്നെ R.A. ഷഫീർ പാടിയ വേറൊരു ദർഗാ സോങ് ഉണ്ട്. ചന്ദ്രബിംബം കാക്കും യാ മൗല, സൂര്യബിംബം കാക്കും യാ മൗല, മണ്ണിൽ പ്രേമം തീർക്കും യാ മൗല, യാ ദഖീൽ സലാം സലാം. ഞാൻ നിന്നെ തേടി യാ മൗല, നീ എന്നിൽ തന്നെ യാ മൗല, നിന്നെ പടച്ചതും മൗല, യാ ഖുമുഷ് ഖ്വാജ ഖ്വാജ. 7 ലക്ഷത്തോളം വ്യൂവേഴ്സ് അത് കണ്ടു കഴിഞ്ഞ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയുള്ള പുതിയ പ്രോജക്ട്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ രാഹുൽ രാജിൻ്റെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് ഉറുദു ആണ്, എല്ലാ ഭാഷയിലേക്കും എടുക്കുന്നതാണ്. തമിഴിൽ അത് വൈരമുത്തു സാറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഓഗസ്റ്റ് 15 ഒരു പാട്രിയോട്ടിക് സോങ് സ്റ്റൈലിൽ ഒരു സോങ് വരുന്നുണ്ട്. അത് സുൽഫെക്സ് മാട്രസിന് വേണ്ടിയിട്ട് രജീഷ് പരമേശ്വരനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഹിന്ദി, തമിഴ്, മലയാളം 3 ഭാഷയിലും ഞാൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഇത്രയും ഉയരങ്ങളൊക്കെ കീഴടക്കി വരാൻ സാധിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഒരു വലിയ ഘടകമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ ഈ ഒരു വിജയത്തിൽ ഞാൻ എത്തി നിൽക്കുന്നത്. എൻ്റെ ഭർത്താവും മക്കളും നല്ല സപ്പോർട്ടാണ്. തിരിച്ചും ഞാൻ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം എൻ്റെ കലയെ കാണുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ.
റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും. എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ സംരംഭങ്ങളിലും, എല്ലാ ചിത്രവരയാണെങ്കിലും പാട്ടാണെങ്കിലും ഇൻഷാ അല്ലാ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും. നന്ദി ഫൗസിയ. ഇപ്പോൾ ചാർലിയിലെ ആ 4 വരികൾ തന്നെയാണെങ്കിൽ യുവാക്കൾ ഇപ്പോഴും മനസ്സിലേറ്റിക്കൊണ്ട് നടക്കുന്ന വരികളാണ്. ഇതുപോലെ ഒത്തിരി വരികൾ എഴുതാൻ ഫൗസിയയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും സമരമുഖത്തേക്ക്. ഈ മാസം 9-ന് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി മാർച്ച് നടത്തും. മുമ്പ് സർക്കാർ നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കാത്ത സാഹചര്യത്തിലാണ് ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭ പാതയിലേക്ക് ഇറങ്ങുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുവദിച്ച സാമ്പത്തിക സഹായം 5 വർഷം കഴിഞ്ഞിട്ടും അധികൃതർ വിതരണം ചെയ്തിട്ടില്ല. ദുരിതബാധിതരുടെ കടബാധ്യത എഴുതിത്തള്ളുമെന്ന സർക്കാരിന്റെ ഉറപ്പും ജലരേഖയായി. സൗജന്യ റേഷനും ഇപ്പോൾ കിട്ടുന്നില്ല. സഹായത്തിന് അർഹരായവരുടെ പട്ടികയിൽ മുഴുവൻ ദുരിതബാധിതരെയും ഉൾപ്പെടുത്തിയിട്ടുമില്ല. നെഞ്ചൻ പറമ്പിൽ കുഴിച്ചിട്ട എൻഡോസൾഫാൻ നശിപ്പിച്ചു കളയുമെന്ന സർക്കാരിന്റെ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്ന അവഗണന തികച്ചും നിഷേധാത്മകമായ രീതിയിൽ തുടരുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ടവരെ പലതവണ കണ്ടു. പക്ഷെ ഒരു കാര്യവും നടക്കാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും സമരത്തിന് നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. 2013-ൽ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദുരിതബാധിതർ സമരം നടത്തിയിരുന്നു. അന്ന് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളാണ് ഇന്നും പാലിക്കപ്പെടാതെ തുടരുന്നത്. പ്രവീൺ ദർഭശാല, റിപ്പോർട്ടർ, കാസർഗോഡ്. ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ ആമീർ ഖാൻ ചിത്രം സീക്രട്ട് സൂപ്പർ സ്റ്റാറിന്റെ ട്രെയിലർ യൂട്യൂബിൽ തരംഗമാവുന്നു. റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കകം മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് ലഭിക്കുന്നത്. ദംഗലിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സൈറ വസീമാണ് ചിത്രത്തിലെ നായിക. അറിയപ്പെടുന്ന ഒരു ഗായികയാകാൻ കൊതുകുന്ന ഒരു കൗമാരക്കാരിയും കുടുംബത്തിൽ നിന്ന് അവൾ നേരിടുന്ന വെല്ലുവിളിയുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ട്രെയിലറിന് ശേഷം മോർണിംഗ് റിപ്പോർട്ടർ അവസാനിക്കും. चलिए आगे बढ़ते हैं हमारे अगले अवार्ड की तरफ और ये अवार्ड प्रेजेंट करेंगे म्यूजिक डायरेक्टर शक्ति कुमार. फ्रेंड्स, अवार्ड्स लेते लेते थक गया हूं. I'm tired. इस बार शक्ति अवार्ड लेगा नहीं, देगा. So, here I am to give the award for the best singer, female, and the award goes to चल रहा आधी रात को. अम्मी हम चाहते हैं कि सारा वर्ल्ड हमारी आवाज सुने, पूरी दुनिया को पता हो कि हम बेस्ट सिंगर है. मेरा भी तो यही ड्रीम है ना, और तू देखना जरूर पूरा होगा. तुम्हारा गिटार लेके आना जरा. ये कैसी लाइफ जी रहे हैं हम? सांस लेने तक को अलाउड नहीं है हमें. तेरे अब्बा जैसे नहीं है. मेरे शौहर हैं और तेरे गुड्डू के अब्बा हैं. पर हमारा सिंगर बनने का सपना तो कभी पूरा नहीं हो पाएगा ना. जो कोई भी ये वीडियो देख रहा है, ये मेरा पहला YouTube वीडियो है. मेरा नाम, मैं आपको अपना नाम नहीं बता सकती. मैं चांद हूँ या डाक हूँ, मैं राख हूँ या आग हूँ, मैं कौन है ये लड़की जिसने इंटरनेट पर तूफान मचा दिया है? इंसु, अब्बा को इस बात की बिल्कुल खबर नहीं होनी चाहिए. मैंने ना ट्विटर पे पढ़ा, डोंट क्राई, इट्स ओवर, स्माइल, इट्स हैपन. बेटा, टैलेंट के नाम पे धब्बा है तू, धब्बा. चल गेट आउट. बेब्स, मेरा नया गाना सुना है? कौन सा? वो धीरे धीरे से. वो तो पुराना हो गया.
नया वाला है, जोर जोर से।